ഫെയ്ത്ത് ഡിക്ലറേഷൻസ്, വിശ്വാസ പ്രഖ്യാപനങ്ങൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വെറുതെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പറയുന്നതിന് പകരം ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യത്തിൽ പറയുന്നത്, ഞാൻ അധരങ്ങളുടെ ഫലം പുറപ്പെടുവിക്കും എന്നതാണ്. ദൈവത്തിൻ്റെ വാക്കുകളാണത്, ദൈവത്തിൻ്റെ പ്രോമിസാണിത്, വാഗ്ദാനമാണിത്. ഞാൻ അധരങ്ങളുടെ ഫലം പുറപ്പെടുവിക്കും. ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ അന്ധകാരമായിരുന്നു. അന്ധകാരത്തിലേക്ക് നോക്കി ഇത് അന്ധകാരമാണല്ലോ എന്ന് പറയാതെ, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവം കൽപ്പിച്ചത്, പറഞ്ഞത് പ്രകാശം ഉണ്ടാകട്ടെ എന്നതാണ്. അന്ധകാരത്തിലേക്ക് പ്രകാശം ഉണ്ടാകട്ടെ എന്നുള്ള വാക്കുകൾ ഫലം പുറപ്പെടുവിച്ചു, പ്രകാശം ഉണ്ടായി. ഇതേ വസ്തുത തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത്, നടന്നു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് മേൽ, നിങ്ങൾ അനുഭവിക്കുന്ന അന്ധകാരത്തിൻ്റെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഒരിക്കലും വെറുതെ തിരിച്ചു വരാത്ത വചനങ്ങൾ, വലിയ ശക്തിയുള്ള വചനങ്ങൾ വാരി വിതറാൻ ശ്രമിക്കുക. വിശ്വാസത്തോടുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ഈ മുമ്പിലുള്ള ഈ വചനങ്ങളൊക്കെ ബ്ലെസ്സിങ്സിൻ്റെ, അനുഗ്രഹങ്ങളുടെ, അഭിവൃദ്ധിയുടെ, പുരോഗതിക്ക് വേണ്ടിയുള്ള വചനങ്ങളാണ്. ഈ വചനങ്ങളൊക്കെ ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള വചനങ്ങളാണ്. ഈ വചനങ്ങൾ വിശ്വാസത്തോടുകൂടി പറയുക. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. സദൃശവാക്യങ്ങൾ 3:9-10 വരെയുള്ള വാക്യങ്ങൾ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. യോശുവ 1:8. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ലൂക്കോസ് 6:38. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 9:8. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? മലാഖി 3:10. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊക്കവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയർ 4. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുന്നു, ദൈവത്തിന് കഴിയുന്നു. യിരെമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. മത്തായി 6:33. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. സങ്കീർത്തനങ്ങൾ 1:3. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കീർത്തനങ്ങൾ 112:1-3 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 23. സങ്കീർത്തനം അങ്ങനെ തന്നെ സ്ഥിരമായിട്ട് പറയാൻ ശ്രമിക്കുക. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കേണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ആവർത്തനം 8:18. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന്
നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. 2 കൊരിന്ത്യർ 8:9. സങ്കീർത്തനങ്ങൾ 128 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. സെഖരിയാവ് 9:12 വാക്യം. നെഹമ്യാവ് 2:20. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 34:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ആമീൻ.